ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. വല്യേട്ടൻ രണ്ടാം ദിവസമാണ്. റീ റിലീസ് വന്ന 4Kയിൽ വന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായം നേടാൻ കഴിഞ്ഞു സിനിമയ്ക്കെന്നുള്ളത് സത്യമാണ്. ക്വാളിറ്റി വൈസ് സിനിമ എല്ലാവരും പറയുന്നു മികച്ച ഒരു ദൃശ്യ ക്വാളിറ്റിയും അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും മികച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സിനിമ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വലിയ സൂപ്പർ ഹിറ്റായി. രണ്ടാമത് റീ റിലീസിലേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ്. ആദ്യ ദിനം സിനിമയ്ക്ക് നേടാനായത് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് ആദ്യ 381 ഷോകളിൽ നിന്ന് 21 ലക്ഷത്തോളം രൂപയാണ്. അതായത് ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ട് മാക്സിമം എത്തിയിരിക്കുന്നത് 30 ലക്ഷം രൂപയോളം ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടുമില്ല. രണ്ടാം ദിവസത്തെ ട്രാക്ഡ് കളക്ഷൻസിൽ ഇതുവരെ ലഭ്യമായിരിക്കുന്നത് ഏകദേശം 6.2 ലക്ഷം രൂപയോളമാണ്. എല്ലാ ട്രാക്കേഴ്സും ഇത് ട്രാക്ക് ചെയ്യുന്നില്ല എന്ന് എടുത്ത് പറഞ്ഞോളാം. ചെയ്യുന്ന ഒന്നോ രണ്ടോ ട്രാക്കേഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഡാറ്റ മാത്രമാണ്. പിന്നീട് അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. പല ദിവസങ്ങളിലും 3 ലക്ഷവും 1 ലക്ഷം രൂപയുടെ അടുത്തേക്കും എത്തുന്ന കാര്യങ്ങൾ. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നാലും രണ്ടാം ദിവസം നോക്കുമ്പോൾ ഒരു കാര്യം, തിയേറ്ററുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ തിരക്കുകളൊന്നും തന്നെ കാണാനില്ല. പ്രത്യേകിച്ച് മോർണിംഗ് ഷോസ് അല്ലെങ്കിൽ ഉച്ച വരെയുള്ള ഷോസിന് വലിയ രീതിയിലുള്ള ബുക്കിംഗ് കാണാനേ ഇല്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളിൽ വേണമെങ്കിൽ പറയാം. ഒന്നെങ്കിൽ ഓൺലൈൻ ബുക്കിങ്ങിനോട് താല്പര്യമില്ലാതെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾ കയറുന്നില്ല. കൂടുതലും തോന്നുന്നു ജനങ്ങൾ കയറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഫാൻസ് തന്നെ വേണം ഈ സിനിമയ്ക്ക് കയറാൻ. ഫാൻസ് കയറി ഒരു ഓളം സൃഷ്ടിച്ച് കഴിയുമ്പോൾ മാത്രമേ ഒരു റീ റിലീസ് ചിത്രത്തിന് സാധാരണ പ്രേക്ഷകർ കയറുകയുള്ളൂ. കാരണം ഇത്രത്തോളം സിനിമകൾ തിയേറ്ററിൽ ഓടുന്നതാണ്. വരുന്ന ആഴ്ച പുഷ്പ പോലെയുള്ള സിനിമ വരാനുമുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ കയറണമെങ്കിൽ അത് ഫാൻസ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതിനിടയിലും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാപ്പുഴയിൽ സിനിമ ഹൗസ്ഫുള്ളാണ്. 3 മണിയുടെ ഷോ. അത് വലിയ ഒരു സംഭവം തന്നെയാണ്. അത് ഇപ്പോൾ കിട്ടിയ ഒരു അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് വന്നേക്കുന്നതാണ്. ബാക്കിയുള്ള ഇതിനകത്തിലൊക്കെ വളരെ ആവറേജ് എന്നുള്ള ലെവലിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഈവനിങ് ഷോസ് മികച്ച രീതിയിലേക്ക് പോകുന്നും ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുണ്ടായിരുന്ന റീ റിലീസ് വെച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട ഒരു റിലീസ് തന്നെയാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. സിനിമയുടെ ഡിഫറൻസും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ സമയവും വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും മൾട്ടിപ്ലക്സുകളിലും ഇന്നലെ നല്ല തിരക്കായിരുന്നെങ്കിൽ ഇന്നത് കാണാനില്ല. പക്ഷേ നൈറ്റ് ഷോസിന് ആളുകൾ കയറുന്ന, അതായത് രാവിലെ നോക്കിയപ്പോൾ ഒട്ടുമില്ലാത്തടത്ത് പലയിടത്തും ഇപ്പോൾ 50-60 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന ലെവലിലെത്തി. പ്രത്യേകിച്ച് വനിതാ വിനീത നോക്കുമ്പോഴത്തേക്ക് ഒരു 40% ബുക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഫാൻസ് ഇതിന് നൽകുന്ന പിന്തുണ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ തിരക്ക് കുറയുന്നത്. വൺസ് ഇത്രയും ജനങ്ങൾ കയറണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ കയറിയിട്ട് കളക്ഷൻ കാണുന്നതല്ല നോക്കേണ്ടത്. ഫാൻസ് കയറിയിട്ട് അത് കാണിച്ചിട്ട് അതിൻ്റെ കൂടെ ആളുകൾ ഒരു ഓളം ഉണ്ടാകുമ്പോൾ കയറുന്നത് പോയിരിക്കുക. എന്താണെങ്കിലും ഇന്ന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു 12 ലക്ഷം രൂപ വരെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് തന്നെ വന്നാൽ വലിയ ഒരു കാര്യമാണ്. എന്തായാലും മോശമല്ലാത്ത ഒരു കളക്ഷനാണ്. ആദ്യ ദിനം ഏകദേശം 30 ലക്ഷം രൂപ പ്രതീക്ഷിക്കാമെങ്കിൽ രണ്ടാം ദിവസം നമുക്ക് ഒരു 12-13 ലക്ഷം രൂപ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ അതിന് മുകളിലേക്ക് പോകാം. ഈവനിങ് നൈറ്റ് ഷോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും സിനിമ 50 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത് എന്നുള്ളത് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞതിൽ ആർക്കും വിഷമം വേണ്ട, ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ വല്യേട്ടൻ എന്ന സിനിമയെ വെച്ചത് തന്നെ പറയുന്നു. ഇതേപോലെ തന്നെ റിലീസായ മോഹൻലാലിൻ്റെ ആണെങ്കിലും മെലോൺ എന്ന് പറഞ്ഞ സിനിമ പല പ്രാവശ്യം നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. വെറുതെ ഫാൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഹിറ്റടിപ്പിക്കാവുന്ന ചിത്രങ്ങളുടെ പട്ടികയിലുള്ളതൊക്കെയായിരുന്നു. പക്ഷേ അവിടെ ഫാൻസ് തിയേറ്ററിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് കൂലിപ്പണിക്കൊക്കെ പോയിട്ട് കിട്ടുന്ന 100-150 രൂപ കൊടുത്തിട്ടാണ് അവിടെ ആ ഓളവും അല്ലെങ്കിൽ നമുക്ക് തൃപ്തികരവുമായിട്ടുള്ള സിനിമകളാണെങ്കിൽ മാത്രമേ കാണുകയുള്ളൂ. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഈ വല്യേട്ടൻ പോലെയുള്ള സിനിമ കാണുമ്പോൾ പലപ്പോഴും കമൻസിൽ തന്നെ കാണുന്നത് ഇതൊരു റിലീസ് സിനിമയല്ല, റീ റിലീസ് സിനിമയാണ് എന്നുള്ള വാക്കാണ്. ആ ഒരു മൈൻഡ് തന്നെയാണ് ആളുകളിലേക്ക് എത്താനും. എന്തായാലും ഒരു കാര്യം, മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെയോ ആരുടെയോ സിനിമ എന്നുള്ളതല്ല, ഈ ഒരു സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി നമ്മൾ കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബാക്കിയുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല സൗണ്ട് ക്വാളിറ്റിയും അതേപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയും നല്ലതായിട്ടുണ്ട്. പലപ്പോഴും അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് TV-യിലാണ്. അതിൽ നിന്ന് മാറി വലിയ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അത് ഒരു നല്ല ഫ്രഷ്നെസ് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണം. ഗ്രേ മീഡിയാസ്.